ആരാന്നാ? ആറന്മുള വള്ളംകളി, ആറന്മുള വള്ളസദ്യ, ഗവി, കോന്നി, ആനക്കൂട്, കുട്ടവഞ്ചി, കുറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശങ്ങളുള്ളത്. 443 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. 5 ബിഷപ്പുമാര് ജനിച്ച കട്ടിലാണിത്. 400 വർഷം പഴക്കമുള്ള കസേരകളാണ്. 250 വർഷം പഴക്കമുള്ള പെട്ടിയാണ്. നിലമായാലും ചുമരായാലും മോൾഭാഗമായാലും ഒക്കെ മരാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ഈ പമ്പ നദിക്കരയിലെ അവിടെയാണ് കോഴഞ്ചേരിയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ ആറന്മുള വള്ളസദ്യ കഴിഞ്ഞിട്ട് കൊണ്ടുപോകണ ഒരു പള്ളിയോടമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഈ പത്തനംതിട്ട ഇവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് 1-ാം തീയതി വന്നതാണ്. 1-ാം തീയതി വന്നതാണ്. ഇപ്പൊ 2-ാം തീയതി 3-ാം തീയതി ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർക്ക് പോവാ. അതിനു മുൻപ് ഞങ്ങൾ താമസിച്ച സ്ഥലം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മള് ഇങ്ങനെയൊക്കെ വരുന്നവര് റൂം കാണിക്കുക, വന്ന് കയറിനോട് കൂടിയിട്ടായിരിക്കും താമസിക്കുന്ന റൂമും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. ഞങ്ങള് പക്ഷെ അങ്ങോട്ട് കയറി താമസിച്ചു. ഈ 2-3 ദിവസത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് പറയാലോ, നല്ലതാണെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ പോരെ എന്ന് വിചാരിച്ചേ. അപ്പൊ വന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ, റൂമും ബാത്റൂമും എല്ലാം. അപ്പോൾ ഇതെന്ന് പറയണത് ഇതിന്റെ പേര് റിവർ മെഡോസ് ഡയമണ്ട് ഹോം സ്റ്റേ ആണ്. അതായത് ഈ ഹോട്ടലുകളിൽ 5 സ്റ്റാർ കിട്ടുന്ന പോലെ ഹോം സ്റ്റേകൾക്ക് കൊടുക്കണ ഒരു കാറ്റഗറി ഉണ്ട്. ഇങ്ങനെ സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അതിലത്തെ ഡയമണ്ട് കാറ്റഗറിയിൽ പെട്ടതാണിത്. അപ്പോൾ ഒരു വീടാണിത് ശരിക്കും. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ താഴെ അവർ ഫാമിലി താമസിക്കുന്നു. ആ വീടിൻ്റെ മുകളിൽ ഒരു 5 റൂം അതാണുള്ളത്. ആ റൂംസ് ആയാലും അതിൻ്റെ ബാത്റൂമുകളായാലും അതിന് കോമൺ ആയിട്ടൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. ആ സ്പേസ് ആയാലും എല്ലാതും അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര തൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ ഒരു റൂം അതിൻ്റെ കാണിച്ചു തരാം. ഞങ്ങൾ താമസിച്ച റൂമും ബാത്റൂമും ഇനി അത് കാണിക്കണ്ടല്ലോ, ഞങ്ങൾ 3 ദിവസം താമസിച്ചല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ റൂമുകളും. ഒരു റൂം കാണിച്ചു തരാം. നല്ല വലിപ്പമുണ്ട്, ഫുള്ള് AC. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാരാമൺ കൺവെൻഷൻ നടക്കണ അയ്യോ അത് ഈ പുഴയപ്പടി തന്നെയാണ് കേട്ടോ. മാരാമൺ കൺവെൻഷൻ ഒരാഴ്ച നടക്കണ മാരാമൺ കൺവെൻഷൻ അത് അവര് പറഞ്ഞു തരും കൃത്യമായിട്ട്. അവര് അതൊക്കെ പറഞ്ഞുതരും. അപ്പൊ അവരുടെ ഈ തറവാട് വീടാണ് ഈ കാണുന്നത്. 433 വർഷം പഴക്കമുള്ള ഒരു സംഭവമാണിത്. ഒരു മ്യൂസിയം പോലെ ഇപ്പം അത് സംരക്ഷിച്ചു കൊണ്ടുപോകണം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട് കുറേ കാര്യങ്ങൾ, അതൊക്കെ അവർ പറഞ്ഞു തരും. ഞങ്ങളും കണ്ടിട്ടില്ല, അതൊക്കെ കാണണം. ഞങ്ങൾക്ക് പോണതിന് മുന്നേ കാണാന്നാ പറഞ്ഞേ. ഇതാണ് സംഭവം കേട്ടാ ഈ പറഞ്ഞ വീട്. അപ്പൊ ഇതിന്റെ കണ്ട ഈ സൈഡിൽ കൂടെ മേലെയാണ് മുകളിലേക്ക് കയറാം. മുകളിലാണ് 5 റൂം. അപ്പൊ നമുക്ക് മുകളിൽ കയറാം. അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ കോണിപ്പടി ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ നോക്കിയേ പുഴ തൊട്ട് മുന്നിലാണ് പുഴ. പുതിയ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് കണ്ട. പുതിയ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട്. നേരെ ശബരിമലയ്ക്ക് പോണതിന്റെ മെയിൻ ഇടത്താവളമാണ് ഈ കോഴഞ്ചേരിട്ടാ. ഒരു ഇടത്താവളം. അപ്പൊ ഇനി കയറി വരുമ്പോ നീളത്തിൽ അറ്റം വരെ സിറ്റ് ഔട്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. കാറ്റൊക്കെ കൊണ്ട് എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാം. ഇത് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇരിക്കാം. അടിയിരിക്കുന്ന നോക്കി ഇങ്ങനെ നിൽക്കാം. തൊട്ട് മുന്നിലാണ് പുഴ കേട്ടാ. അവിടെയാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം. ആ ഗ്രൗണ്ട് പോലെ അങ്ങനെ അത് വെള്ളത്തിൽ താഴും. 7 ദിവസത്തെ ഒരാഴ്ചയാണ്. ഞായർ ടു ഞായർ എന്നാ പറയാ. 7 ദിവസത്തിന് ഭയങ്കരമായല്ലോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സമ്മേളനമാണ്. ഇവിടെ റൂമുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് റൂം കേട്ടാ. അപ്പൊ ഈ ഒരു റൂം തുറന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെയാണ് എല്ലാ റൂമുകളും. 5 റൂമുകൾ. AC-യും TV-യും അങ്ങനെയുള്ള സൗകര്യങ്ങൾ സാധാരണ റൂമിൻ്റെ ഉള്ളത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അലമാരികളൊക്കെ നല്ല സൗകര്യം. മെയിൻ ആയിട്ടും കാണിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ആണ്.
നല്ല വിശാലമായ ടോയ്ലറ്റാണ് ഇത്. നമ്മൾ കിടന്ന റൂമിലത്തെ ടോയ്ലറ്റ് ഇതിനേക്കാളും ഭയങ്കര വലുത്, ഇതിന്റെ ഇരട്ടി ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയേ, ഇവിടെയൊക്കെ ടവലുകളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഒക്കെ വൃത്തിയുണ്ട്. പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ 2 റൂം. ഈ 2 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ജഗ്ഗും ഇതിനില്ലായിരുന്നു. ആരാതാ? ഞങ്ങളാണ്. പിന്നെ വേണ്ട, ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനും എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. 12 പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാം. ഇവിടെ എല്ലാ സാധനങ്ങളും, ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഓവൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, പിന്നെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ടീസ്പൂണുകള്, പ്ലേറ്റുകള്, ഗ്ലാസുകള് ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നീറ്റ് ക്ലീൻ ആണ് എല്ലാം. ഇവിടത്തെ പിന്നെ ഇവിടെ കൈ കഴുകാനുള്ള സ്ഥലം. ഇവിടെ ലൈറ്റ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വാഷ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട്. അങ്ങനെ 5 റൂമാണ് ഉള്ളത് കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി പറയാനുള്ളത് ഫുഡിന്റെ കാര്യമാണ്. ഫുഡ് നല്ല ഇവർ താഴെ തന്നെ വെച്ചുണ്ടാക്കി നമുക്ക് തരുന്ന ഫുഡാണ്. അത് നമ്മൾ പറഞ്ഞാൽ മതി. പിന്നെ അവർ ചോദിക്കും നമ്മളോട് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട, ഉച്ചയ്ക്ക് ലഞ്ച് വേണോ, ഡിന്നർ വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ. കാരണം ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ രാവിലെ തന്നെ ഇറങ്ങുമല്ലോ. അപ്പോൾ പിന്നെ എവിടെയാണ് നമ്മൾ ആ ഉച്ച സമയത്ത് എവിടെയാണ് ഉണ്ടാവാന്ന് അറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കും. അതുപോലെ രാത്രി അവിടെ എന്തെങ്കിലും കഴിക്കും. അങ്ങനെ അപ്പോൾ അവർ നമ്മളെ വിളിച്ച് ചോദിക്കും എന്താ ഈ നേരത്തെ ഈ ഫുഡ് ആക്കണോ, എന്താ വേണ്ടേ എന്നൊക്കെ. അപ്പോൾ അത് ആക്കി തരും നമുക്ക് പറഞ്ഞ്. ഞങ്ങളുടെ കാലത്ത് ഇന്നലെ ദോശയായിരുന്നു, സാമ്പാറും ചട്നിയും, തട്ടിൽ കുട്ടി ദോശ. അതെ. അപ്പൊ ഭക്ഷണമൊക്കെ നല്ലത് തന്നെയാണ്, ഫുഡ് നല്ലതായിരുന്നു. പിന്നെന്താണ്, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അവര് പറഞ്ഞത്. താഴേക്ക് പോവാം, ആളെ കാണാം. ചെറിയാൻ ചേട്ടന്, ചെറിയാൻ അച്ചായനാവും. പുഴയെന്നുള്ള നല്ല കാറ്റാണ് കേട്ടോ എപ്പോഴും ഇവിടെ, നല്ല കാറ്റാണ്. ഹായ്, ഇതാണ് നമ്മുടെ അച്ചായ. ചെറിയ ആള് വിശദമായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരും. നമ്മളുടേത് കേരള ഗവൺമെൻറ്, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയമണ്ട് കാറ്റഗറിയിലുള്ള ഹോം സ്റ്റേ ആണിത്. 5 റൂംസാണ് നമുക്കുള്ളത്. 5 വേണമെങ്കിൽ 6 റൂംസ് വരെ കൊടുക്കുന്നതാണ്. എല്ലാം കിങ് സൈസ് ബെഡിലുള്ള ഹോം സ്റ്റേ ആണ്. മാരാമണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ശബരിമലയിലേക്ക് പോകുമ്പോൾ ഒരു ഇടത്താവളം, അതുപോലെ തന്നെ ആറന്മുള വള്ളംകളി, ആറന്മുള വള്ളസദ്യ, ഗവി, കോന്നി ആനക്കൂട്, കുട്ടവഞ്ചി, അങ്ങനെ തുടങ്ങിയ കുറേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശങ്ങളുള്ളത്. പിന്നെ മുഖ്യമായിട്ടുള്ളത് ഇവിടെ നമുക്ക് വെഡ്ഡിങ് ഗസ്റ്റുകൾ, അതായത് ഈ സ്ഥലങ്ങളിൽ ആറന്മുള ക്ഷേത്രത്തിലും കോഴഞ്ചേരി പള്ളികളിലും ഒക്കെ പല കല്യാണങ്ങൾ നടക്കുമ്പോൾ വെഡ്ഡിങ് ഗസ്റ്റുകൾക്ക് താമസിക്കാനും, അതുപോലെ തന്നെ ഈ NREകൾ, നമ്മൾ അമേരിക്കയിലും UK-ലും ഗൾഫിലും ഒക്കെയുള്ള ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലുള്ള NREകൾക്ക് അവർക്ക് ഷോർട്ട് സ്റ്റേക്കും ലോങ് സ്റ്റേക്കും നമ്മുടെ ഇത് യൂസ് ചെയ്യും. അങ്ങനെ നമുക്കിവിടെ ഫുഡ് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളിവിടെ ഹോമിൽ നമ്മുടെ കിച്ചണിൽ തന്നെ നമ്മുടെ ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു അട്രാക്ഷനായിട്ടുള്ള ഒരു കാര്യവും. അതെ, മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേറെ ഹോട്ടലുകളിൽ നിന്നൊക്കെ വരുത്തിയിട്ട് അതെ നമ്മളിവിടെ നമ്മുടെ ഫുഡ് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ആർക്കെങ്കിലും വേണോ വെളിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, കുഴപ്പമില്ല നമുക്ക്. പക്ഷേങ്കിൽ നമ്മുടെ ഫുഡാണ് നമ്മുടെ മുഖ്യമായ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ് 443 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണിത്. അത് കാണിക്കും. അപ്പോൾ അത് കാണാനും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അത് മാർത്തോമാ സഭയുമായി ബന്ധപ്പെട്ട്, അതായത് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ഇവിടെയാണ്. ഇതിലാണ് ആളുകൾ പോകുന്നത് കൺവെൻഷനിലേക്ക്. അപ്പോൾ ഈ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ഈ മാർത്തോമാ സഭയുടെ ഒരു തുടക്കം ഈ വീട്ടിൽ നിന്നാണ്. മാർത്തോമാ സഭയ്ക്ക് തുടക്കം കുറിക്കുന്ന അബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അച്ഛനാണ്. അദ്ദേഹം ജനിച്ചത് ഇവിടാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കള് ബിഷപ്പായിരുന്നു. തോമസ് മാർ അത്താനാസ്യൂസ്, ടൈറ്റസ് ഫസ്റ്റ്, 2 ബിഷപ്പുമാർ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ മാത്യൂസ് മാർ അത്താനാസ്യൂസ്, അത് മാർത്തോമാ സഭയുടെ ആദ്യത്തെ ബിഷപ്പാണ്. അദ്ദേഹം അന്ത്യോക്യയിൽ സിറിയയിൽ പോയാണ് അന്നത്തെ കാലത്ത്, അത് 200 വർഷം മുമ്പ് അവിടെ പോയാണ് പട്ടമേറ്റത്. അങ്ങനെ ആ 2 ബിഷപ്പുമാർ ഇവിടെ കിടന്നാണ് കാലം ചെയ്യുന്നത്. പിന്നെ മാർത്തോമാ സഭയ്ക്ക് ആസ്ഥാനമില്ലാതിരുന്ന സമയത്ത് ഇതായിരുന്നു മാർത്തോമാ സഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇതൊരു മ്യൂസിയം ആക്കി വെച്ചിരിക്കുക.
നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ഔട്ട്ഡോർ പാർട്ടികൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അത്യാവശ്യം സൗകര്യമുണ്ടല്ലോ, ഇവിടെ സ്ഥലമുണ്ട് കുറച്ച്. ബർത്ത്ഡേ അങ്ങനെയുള്ള പരിപാടികൾ, 100 പേര് താഴെയുള്ള പരിപാടികൾ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ബാർബിക്യൂ നമുക്ക് താമസിക്കുന്നവർക്ക് ബാർബിക്യൂ ഒക്കെ വൈകിട്ട് ചെയ്യാൻ ബാർബിക്യൂ പാർട്ടീസ് നമുക്ക് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ബോട്ടിംഗ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ആറന്മുളയിലേക്കും അതുപോലെ തന്നെ പമ്പാ നദിയിലൂടെ ബോട്ടിങ്ങും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാന്ന് വരുന്നവർക്ക്. ഇത് താമസിച്ചിരുന്നോ? താമസിക്കാണ്ടായിട്ട് എത്ര നാളെ ഉണ്ടാവും? താമസിക്കാതായിട്ട് ഇപ്പോൾ 2 വർഷമായുള്ളൂ. അത്രയായിട്ടുള്ളൂ? അപ്പൊ നിങ്ങളിപ്പോ ഈ വീട് വെച്ചിട്ട് 2 വർഷമായിട്ടുള്ളൂ? അല്ല, ഞങ്ങൾ പുറത്തായിരുന്നേ. അപ്പൊ അമ്മച്ചി ഇവിടെ തന്നെ താമസിച്ചു. നിങ്ങൾ അതിലെ മേളോട്ട് കയറി, ഞാൻ അത് തുറന്നിട്ട് വരാമേ. നേരത്തെ അവിടെ കണ്ടതാ അമ്മച്ചി? അമ്മച്ചി ഇവിടെ ആയിരുന്നു. അമ്മച്ചി ഇപ്പൊ ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടോട്ടാക്കി. നിങ്ങൾ അതിലെ മേളോട്ട് കയറിക്കേ. ചെരുപ്പ് പോരണ്ട, ഞാൻ ആ ബാക്കിൽ കൂടെ തുറക്കാമേ. ഇവിടേക്ക് പോണ് ചേട്ടൻ. ഇത് പണ്ടത്തിനല്ലേ? ഇതൊക്കെ ഒറിജിനൽ തലയിരിക്കൂ? മാവല്ല, അതിന് പറയാം മാന്റെ. ഇവിടം തൊട്ട് പറയാം ഞാനങ്ങ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 5 ബിഷപ്പുമാര് ജനിച്ച കട്ടിലാണിത്. ഈ കട്ടിലാണ് ജനിക്കുന്നത്. അവരെ പ്രസവിച്ചത് അന്ന് വീടുകളിലാണല്ലോ പ്രസവം. അപ്പൊ ഇത് പേറ്റ് കട്ടിലെന്നാ പറയുന്നത്. അപ്പൊ ആ കട്ടിലാണ് ഇത് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഈ മലങ്കര സഭ എന്ന് പറയുന്നത് ഇവിടെ ഒരു സഭയുള്ളായിരുന്നു, മലങ്കര സഭ, തോമാസ് ലീഗ സ്ഥാപിച്ച സഭയെന്ന്. ആ സഭയ്ക്ക് ശേഷം ആ സഭ രണ്ടാകുന്നത്, അതായത് നവീകരണത്തോടുകൂടി ഇത് രണ്ടാകുന്നു, മർത്തോമായും യാക്കോബ പശു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മലങ്കര ഈ മർത്തോമാ സഭയ്ക്ക് ആസ്ഥാനം ഇല്ലാതെ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു മർത്തോമാ സഭയുടെ ഈ മീറ്റിങ്ങുകളെല്ലാം. അത് സമുദായ ആലോചന സഭ എന്ന് പറയുന്നത് നടക്കുന്നത്. ഇവിടെ ആളുകൾ ഇരിക്കും, ഇവിടെ ബിഷപ്പ് ഇരിക്കും, ഇവിടെ ഒരു പങ്ക എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിട്ട് ഒരാൾ വീശിക്കൊണ്ടിരിക്കുന്ന അതങ്ങനെ ആയിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറിക്കും. ഈ മുറിയാണ് സിനഡ് മുറി എന്ന് പറയും, അതായത് സുന്നതദോസ് കൂടിക്കൊണ്ടിരുന്ന മുറിയാണ്. ഈ കസേരയൊക്കെ തന്നെ 400 വർഷം പഴക്കമുള്ള കസേരകളാണ്. അപ്പൊ അതിലാണ് ഇത് കൂടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ പള്ളികൾക്ക് അയക്കുന്ന ഇടയലേഖനങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ, അപ്പൊ അത് എഴുതുന്ന അന്നത്തെ കാലത്ത് ഇതിട്ടാണ് എഴുതുന്നത്, നാരായമാണിത്. അപ്പൊ ഇത് എഴുതിയിട്ട് ഈ മഞ്ചാടിക്കുരു ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് ഇടും, ഒരെണ്ണം എഴുതി കഴിയുമ്പോൾ. അപ്പൊ അപ്പോഴാണ് എണ്ണം അറിയാൻ വേണ്ടി, അപ്പോഴാണ് അറിയുന്നത് എത്ര കോപ്പി ആയെന്നുള്ളത്. അതിനുള്ള സംവിധാനമാണിത്. പിന്നെ അത് അവരുടെ ബിഷപ്പ്മാരൊക്കെ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സ്വർണം അവരുടെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന ബിഷപ്പുമാരൊക്കെ ആഭരണമാണ് അവര് മാല, ഇങ്ങനത്തെ മാല, ഗോൾഡ് മാല. പിന്നെ ഈ ഇവരുടെ തലയിൽ വെക്കുന്നവർക്ക് ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉപയോഗിച്ചിരുന്ന സൂക്ഷിക്കുന്നത്. ഇത് കഴഞ്ചിക്കോലം എന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ ഈ മരുന്നൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. കഴഞ്ചെന്ന് പറഞ്ഞ ഒരളവാണ്. അതെ, ഒരളവാണ് കഴഞ്ച്. അപ്പൊ അത് ആ കഴഞ്ചെന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ കുരുവാണ്. അപ്പൊ അത് ആ മരത്തിൽ 1000 കുരു ഉണ്ടായാലും ആ ഒരളവ് ഒറ്റ തൂക്കമായിരിക്കും അതിന്. അപ്പൊ അത് ഇതേ വെച്ചിട്ടാണ് അളക്കുന്നത്. അതെങ്ങനെ അളക്കുന്നത് എനിക്കറിയില്ല പറയാൻ. അതാണ്. പിന്നെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് ഇതൊക്കെ. ഇത് ആൽവിളക്ക്. ഇത് തിരുവിതാംകൂർ രാജാവ് അന്ന് രാജവിളംബരം വേണം ബിഷപ്പ് ആകണമെങ്കിൽ. ബിഷപ്പിന് ഒരു രാജവിളംബരമുണ്ട്, റോയൽ ഡിഗ്രി. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോൾ അന്ന് തിരുവിതാംകൂർ രാജാവ് കൊടുത്ത വിളക്കാണിത്, ഈ ആൽവിളക്ക് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇതും അങ്ങനെ ഓരോ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ്. നമ്മളൊക്കെ കണ്ട് മീൻ പിടിക്കാൻ ഇതിനൊക്കെ കൊണ്ടുവരുന്ന വീടുകളിലെ. ഇത് ഈ അബ്രഹാം മൽപ്പാൻ ഉപയോഗിച്ച മെതിയടിയാണിത്. ഇതിനൊരു 400-300 വർഷം പഴക്കമുണ്ട്. ഇത് ആദ്യത്തെ ബിഷപ്പിന്റെ ഉപയോഗിച്ചിരുന്ന വാച്ചാണ്, ഈ പോക്കറ്റ് വാച്ച്. അദ്ദേഹം ഇത് അന്ത്യോക്യയിൽ നിന്നാണ് അദ്ദേഹം പട്ടം വരിക. നമ്മളൊന്ന് ചിന്തിക്കണം, 400 വർഷം മുമ്പ്, സോറി ഈ 200 വർഷം മുമ്പ് പട്ടം ഈ അന്ത്യോക്യയിൽ പോവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഇത് അവരുടെ ഈ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. കുർബാനയുമായി ബന്ധപ്പെട്ട കുരിശും കാസ, പിലാസ,
മർവാസ, തൂബപ്പെറ്റി, അങ്ങനെ കുറേ ഐറ്റംസുകളാണ് ആയിരിക്കുന്നത്. എല്ലാം മരം കൊണ്ടാണല്ലേ? അതെ അതെ, മുഴുവൻ മരമാണ്. ഒക്കെ മരമാണ്. മരമാണ്. ഇത് അവരുപയോഗിച്ചിരുന്ന വടികളാണ്. വടികളാണ്. ഇതുകൊണ്ട് പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു വടിയാണ്. ഇത് വീഞ്ഞും ഒക്കെ അന്ന് ഇടാനൊക്കെ ഉപയോഗിക്കും, പള്ളികൾക്കൊക്കെ കൊടുക്കുന്ന വൈനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അവരെനിക്കൊന്ന് ഈ കൊലയൊക്കെ വെച്ചിട്ടേ പഴപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പെട്ടി ഈ മാത്യൂസ് മാർ അത്താനാസിയോസ് എന്ന് പറഞ്ഞ ബിഷപ്പ് അന്ത്യോക്യയിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന പെട്ടിയാണിത്. അതായത് 200-250 വർഷം പഴക്കമുള്ള പെട്ടിയാണിത്. അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ സിറിയയിലാണ്. അന്ത്യോക്ക് സിറിയയിൽ. ഇപ്പോഴും തുർക്കിയില്ല. അവിടെയൊക്കെ അന്നൊക്കെ കപ്പലൊന്നും ഇല്ല, ഈ ചരക്ക് കപ്പലിലൊക്കെ കയറിയാ പോയത്. ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ്. കോളാമ്പി കാര്യങ്ങൾ. അതെ, കുപ്പികളും മരുന്നിനൊക്കെ ഉപയോഗിച്ചിരുന്നു. മരുന്നൊക്കെ തൂക്കിയിടുന്ന അതിനകത്തായിരുന്നു കാണുന്നത്. ഈ അതെല്ലാം ആയുർവേദമാണല്ലോ മരുന്നുകൾ. ഇതും കാൽപ്പെട്ടിയാണ്. അത് തന്നെ സെയിമാ. അത് ഇത് ലോക്ക് എന്ന് പറയുന്ന ഇതാണേ. തണിക്കോട്ട് നോക്കി, ഇത് കണ്ടോ, ഈ ലോക്കിനകത്താണ് ഇത് കയറി ഇങ്ങനെ കിടക്കുന്നത്. കണ്ടോ, ഇത് ലോക്കായി. ഇനി തുറക്കാൻ പറ്റില്ല. ഇനി നമ്മൾ തുറക്കണമെങ്കിൽ ഇങ്ങനെ തുറക്കാം. കണ്ടോ, അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഇത് ബ്രേക്ക് ചെയ്താൽ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ലോക്കായി കിടക്കുകയാണ് സംഭവം. ഇതൊരു ഊഞ്ഞാല് കെട്ടിലാണ്. കംപ്ലീറ്റ് നിലമായാലും ചുമരായാലും മോൾ ഭാഗമായാലും ഒക്കെ മരാണ്. മരം പുതിഞ്ഞേക്കല് കേട്ടാ, അങ്ങനെ തന്നെ മരം അതൊക്കെ. അതെ, ഇതെല്ലാം ഓറഞ്ച്. ഇവരുടെ മസനസ്ഥാനം കുപ്പായൊക്കെ തൂക്കിയിടുന്ന ഹാങ്ങർ പോലത്തെ സാധനങ്ങളായിരുന്നു അത്. അത് ശരി. കിളിവാതില്. അതെ അതെ, ഇത് കണ്ട കിളിവാതിൽ. അല്ല, എല്ലാ റൂമിനും ഉണ്ട്. അതെ, ഇതിനും ഉണ്ട്. ഈ കട്ടിലിൽ കിടന്ന് അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ അത് വിരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല. കട്ടില ഇത് മുകളിലോട്ടുള്ള ഇദ്ദേഹം കിടന്ന കാലം ചെയ്ത കട്ടിലാണ്. ഇദ്ദേഹം 1868. എല്ലാത്തിനും കിളിവാതിലുകൾ പുറത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതിലെ ബാക്കിലോട്ട് ഇറങ്ങുന്ന ഫുഡൊക്കെ അതിലേ കൊണ്ടുവരുന്നത് ഇവർക്ക്. ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത്. അതെ അതെ. അതുപോലെ തന്നെ വേറൊരു ബിഷപ്പിന്റെ മുറിയാണ്. അതെ, അതൊരു മുറി. ഇതാണ് പങ്ക എന്ന് പറഞ്ഞ സാധനം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, പങ്ക ആട്ടും. ഇത് കെട്ടിയിട്ടിട്ട് അതിന്റെ മണ്ടയ്ക്ക് തുണി ഇട്ടിട്ട് ഇങ്ങനെ ആട്ടുകയാണ്. ഈ കട്ടിൽ നമുക്ക് പിടിക്കാൻ അനങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര വെയിറ്റാ, ഹെവി, ഭയങ്കര ഹെവിയാ. അതിന്റെ തൂണമൊക്കെ, അതിന്റെ കാലമൊക്കെ ഉണ്ടോ, കാലൊക്കെ കണ്ടോ, പൊങ്ങാൻ പറ്റത്തില്ല. ഇവിടെ താഴ്ത്തിക്ക് അതൊരു ഹോളാണ്. ഇപ്പൊ ചെറിയ മീറ്റിംഗ് ഒക്കെ നടക്കും അവിടെ വെച്ച്. അവിടെ താഴെയൊക്കെ കുറച്ച് റിനോവേഷൻ ഒക്കെ ചെയ്തു. താഴെ ആ ഭാഗം മാത്രം ഇതൊക്കെ പണ്ടത്തെ അതേപോലെ തന്നെയാണ്. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. തിരുവിതാംകൂർ രാജാവിന്റെ കൊട്ടാരം പണിത ആശാരി തന്നെ ഇതും പണിതേക്കുന്നേ. അത് തെളിവ് ഞാൻ കാണിക്കാം. താഴെ ഈ പൂവുകളൊന്നും ഒന്നിനോട് സാമ്യമില്ല. ഇതെല്ലാം ഡിഫറെന്റ്. 64 പൂവുകളാണ്. ഇത് തിരുവിതാംകൂർ കുതിരമാളികയിലും അതുപോലെ തന്നെ പല കൊട്ടാരങ്ങളിലും ഇതേ പൂക്കൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിലാണ് പണിതിരിക്കുന്നത്. ഈ മുറി അബ്രഹാം മൽപ്പാൻ ഉപയോഗിച്ചിരുന്ന മുറിയാണ്. അതായത് ആദ്യത്തെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന മുറിയാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു ധ്യാന മുറിയായിട്ട് ആളുകൾക്കൊക്കെ മെഡിറ്റേഷന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. അവിടെ ഈ 5 ബിഷപ്പ്മാരുടെ ഫോട്ടോസ് ഉണ്ട്. ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ, ഇദ്ദേഹം മർത്തോമ മെത്രാപ്പൊലിത്തായിരുന്നു. 22ാമത് മെത്രാപ്പൊലിത്തായിരുന്നു. കഴിഞ്ഞ 2020 മരിക്കുന്നത്. അതാണ് അബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്നത്. ആ മേളിൽ ഇരിക്കുന്ന ആൾ. അദ്ദേഹമാണ് മർത്തോമ സഭയിൽ നവീകരണം, മലങ്കര സഭയിൽ നവീകരണം കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം, അബ്രഹാം മൽപ്പാൻ. അദ്ദേഹത്തിൻ്റെ ഒരു മോനാണ് ഈ ടൈറ്റസ് 1 എന്ന് പറയുന്നത്. മറ്റേ 2 പേരുടെ പടമാണ് നമ്മൾ മേളിൽ കണ്ടത്. അത് ടൈറ്റസ് 2. അത് ക്രിസോസ്റ്റം തിരുമേനി. അദ്ദേഹം ഈ അപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ വീടാ അത്. അതെ അതെ എല്ലാവരും ചിരിപ്പിക്കും. അതെ, പത്മഭൂഷണായിരുന്നു. പത്മഭൂഷണൊക്കെ കിട്ടിയായിരുന്നു. ആളെല്ലാവരും ചിരിപ്പിക്കലാണ്. ഭയങ്കര ചരിത്രമുറങ്ങുന്ന ഒരു വീടും കൂടിയും കാണാൻ പറ്റി ഇവിടെ താമസിച്ച കാരണം. അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ എല്ലാം കണ്ടല്ലോ. നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് തരാം, ഫോൺ നമ്പർ തരാം, അതിൽ വിളിച്ചാൽ മതി കേട്ടോ.
റേറ്റും കാര്യങ്ങളും ഒക്കെ ഇവർ തന്നെ പറയും. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. നല്ലൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. അതെ, ചാർലീനെ ഇമ്രാനെയൊക്കെ അമലിൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ക്യാമറ വെച്ചാലും ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് നോക്കല പണി ജഗ്ഗൂനും അവരെന്തിട്ട് അവിടെ ചെയ്യണേന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രിയിലത്തെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എങ്ങനെയാന്നുള്ളതൊന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണാട്ടാ. വൈകുന്നേരം ആകുമ്പോൾ ഒന്നിങ്ങനെ നമുക്ക് നോക്കിയാൽ ഇതിവിടെ കസേരയുണ്ട്, അതിലിരിക്കാം, അങ്ങോട്ട് കോടയിലേക്ക് നോക്കിയിരിക്കാം. ഇവിടെ നിൽക്കുമ്പോഴേ ഈ വരാന്ത ഈ സിറ്റ് ഔട്ട് ഭയങ്കര രസമാണ്. ഇവിടെ കസേരകളൊക്കെ ഉണ്ട്. തിണ്ണമ്മ കയറിയിരിക്കണ അത്ര സേഫ് അല്ല, ചിലപ്പോ കുഴപ്പമില്ല. ഞാൻ ഇന്ന് രാവിലെ കുറെ സമയം തിണ്ണമ്മ ഇങ്ങനെ കയറിയിരുന്നു കേട്ടാ, അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒഴുകണത് കണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. പുഴയ്ക്ക് ഭയങ്കര ഒഴുക്കുണ്ട്, ഇങ്ങനെ ശബ്ദവും പിന്നെ ആ ഒഴുകണ് കാണുമ്പോ തന്നെ അറിയാം. ഒരു പാട്ട് പാടിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം അല്ലേ? പല നാളലഞ്ഞ മരു യാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുന്നിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, വിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്ന് അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ.